കോൺഗ്രസ് ഭരിക്കുന്ന വയനാട് തരുവണ സർവീസ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക തിരിമറി നടന്നതായി കണ്ടെത്തൽ. ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് കൂടുതൽ തുക വന്നതായാണ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വ്യക്തിപരമായ ഇടപാടുകൾ മാത്രമാണ് നടന്നതെന്നാണ് ജീവനക്കാരുടെ മൊഴി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന വിചിത്ര മറുപടിയിൽ ജോയിന്റ് രജിസ്ട്രാർ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. 2023 ബാങ്ക് ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് AR അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ ശമ്പളത്തിന് പുറമെ കോടികളുടെ മറ്റ് ഇടപാടുകളും നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ മറ്റ് ഇടപാടുകൾ നടത്താൻ പാടില്ലെന്ന നിയമമുണ്ടായിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ 10 സെന്റ് വീട് വെച്ച് 10 ലക്ഷം രൂപ വായ്പയെടുത്തതായും കണ്ടെത്തി. വായ്പക്കായി ഈടുവെച്ച വസ്തു തുകക്ക് മതിയാകാത്തതാണെന്നും ARന്റെ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ARന്റെ റിപ്പോർട്ടിൽ JR നൽകിയ മറുപടി വിചിത്രമായിരുന്നു. ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് JR മറുപടി നൽകിയത്. വീട് പണിയുടെയും മറ്റ് ബാങ്ക് അക്കൗണ്ടുകളുടെയും ഇടപാടുകൾ വന്നതുകൊണ്ടാണ് ഇത്രയധികം തുക അക്കൗണ്ടിൽ കാണിച്ചതെന്നും മതിയായ ഈടോട് കൂടിയുള്ള സ്ഥലം വെച്ചാണ് വായ്പയെടുത്തതെന്നുമായിരുന്നു ജീവനക്കാരുടെയും ബന്ധപ്പെട്ടവരുടെയും മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് JR റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും വ്യക്തിപരമായ ഇടപാടുകളല്ലാതെ യാതൊരു ഇടപാടും ജീവനക്കാരുടെ അക്കൗണ്ടിൽ ഉണ്ടാകരുതെന്നും ഇതോടുകൂടി പരാതിയിൽ തീർപ്പ് കൽപ്പിക്കുന്നുവെന്നുമായിരുന്നു JRന്റെ മറുപടി. നിയമവിരുദ്ധമായി ജീവനക്കാരുടെ അക്കൗണ്ടിൽ പണമിടപാട് നടത്തിയെന്ന ARന്റെ കണ്ടെത്തൽ ശരിവെക്കുന്ന തരത്തിലുള്ളതായിരുന്നു JRന്റെ മറുപടി. എന്നാൽ ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊടുത്ത JRന്റെ മറുപടിയിൽ വലിയ പ്രതിഷേധമാണിപ്പോൾ ഉയരുന്നത്. മീഡിയ 1 വയനാട്.